ഞാനിന്ന് പറയാൻ പോകുന്നത് ഹെയർ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഹെയർ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് സ്കിൻ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റും. ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റാണ് ബോട്ടക്സ് സ്കിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ഏജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും അതുപോലെ തന്നെ പ്രോട്ടീനിൻ്റെ അളവുകളൊക്കെ കുറയുമ്പോഴത്തേക്ക് സ്കിൻ ഡാമേജ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്കിന്നിൽ നമ്മൾ ബോട്ടക്സ് സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് സ്കിന്ന് കുറച്ചുകൂടെ നല്ല ഗ്ലോ ആയിരിക്കുകയും കുറച്ചുകൂടെ ഏജ് കുറച്ച് കാണിക്കുകയും ചെയ്യുന്നതാണ് ബോട്ടക്സ് സ്കിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെയർ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഹെയർ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിന് കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുന്ന ഹെയറിലുണ്ടാകുന്ന ഡാമേജുകൾ അതെല്ലാം ഒന്ന് മാറ്റി കിട്ടും. ഹെയറിൻ്റെ ഡാമേജസും മുടി പൊട്ടി പോകുന്നതും അതുപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആകുന്നതും അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് ഹെയർ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് നല്ലതാണ്. ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ലുക്ക് ഹെയറിന് കിട്ടും. അതുപോലെ തന്നെ ഇത് ഹെയർ ബോട്ടക്സ് കൊണ്ട് മുടിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഫൈബറിൻ്റെ പ്രോട്ടീൻ കൊടുക്കുകയും ഫൈബറിൻ്റെ പ്രോട്ടീന് ഹെയർ ബോട്ടക്സ് കൊണ്ട് ഇതിൽ നിലനിർത്താൻ പറ്റും. ഒരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുകയും ചെയ്യും. ഹെയർ ബോട്ടക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ബോട്ടക്സ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഹെയർ ആദ്യം നോക്കും. അതായത് ഹെയറിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നും അതുപോലെ തന്നെ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണോ എന്നും ഓയിലി ഹെയർ ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഹെയർ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. ആദ്യം നമ്മൾ മുടി നല്ലോണം വാഷ് ചെയ്യും. അത് ഓരോ ഹെയറിൻ്റെ ഹെൽത്തി പോലെ ആയിരിക്കും. അപ്പോൾ ഹെയറിൽ ഒത്തിരി ഡാമേജ് ആണെങ്കിൽ വാഷിങ് കുറച്ച് മതിയാവും. ഹെയറിന് ഒരുവിധം ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ വാഷിങ് നമ്മുടെ ഹെയറിന് ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് വാഷിങ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ക്രീം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ക്രീമാണ് ഹെയർ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിന് കുറച്ച് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഹെയർ സ്മൂത്തനിങ് ആകുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ ക്രീം യൂസ് ചെയ്യാറുണ്ട്. ഇത് ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിനാകുമ്പോഴത്തേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്താൽ മതി ഹെയറിൽ. അതുപോലെ തന്നെ പിന്നെ സ്മൂത്തനിങ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് ബോട്ടക്സ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അധികം ഒട്ടിപ്പിടിക്കത്തില്ല, ചപ്പിയതുപോലെ ഹെയർ ഇരിക്കത്തില്ല. ഒരു നാച്ചുറലായിട്ടുള്ള ലുക്കായിരിക്കും ഹെയറിനുണ്ടാകുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, കുറച്ച് ഹെയർ ഉള്ളവർക്ക് കുറച്ച് കൂടുതലായിട്ട് ഹെയർ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ ഹെയർ ആയിട്ട് തോന്നിപ്പിക്കുകയും ഏറ്റവും നല്ല ഹെയറിനെ പറ്റിയ, അതായത് ഏത് ഹെയർ ആയാലും ഇപ്പോൾ ഡ്രൈ ഉള്ള ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും ഏത് ഹെയർ ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഹെയർ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹെയറിന് നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടുകയും നല്ലൊരു നല്ലൊരു ബ്രൈറ്റ്നെസ് ഹെയറിനുണ്ടാവുകയും ചെയ്യും. ഏത് ഹെയറിനും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഹെയർ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് ചിങ്ങ 1 ഓണത്തിനെ വരവേൽക്കാനായിട്ട് നല്ലൊരു ചിങ്ങപ്പുലരി ഇവിടെ എത്തുകയായി. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക്